CPM-ൽ തെക്കൻ ജില്ലക്കാർക്ക് മാർക്കറ്റില്ല. ഇത് വെറുതെ പറഞ്ഞിട്ടല്ല, നമുക്ക് ശരിക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഇനി ഗോവിന്ദ മാഷ് എത്ര കുഞ്ഞാപ്പു ആയാലും എന്റെ കാഴ്ചയില് അയാള് സെക്രട്ടറി സ്ഥാനത്ത് അവിടെ പിടിച്ചു നിൽക്കും. ഇനി പിടിച്ചു നിന്ന് ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് മാറുകയാണെങ്കിൽ തന്നെ കണ്ണൂര് അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിലെ ആരെങ്കിലും ഒരാള് ജനറൽ സെക്രട്ടറി ആയിട്ട് വരും. അല്ലാതെ വേറെ മറ്റുള്ള തെക്കൻ ജില്ലയിൽ നിന്ന് ആര് വന്നാലും അതിനൊരു മാർക്സിസ്റ്റ് പാർട്ടിയിൽ കിട്ടൂല. നേതൃമാറ്റത്തിന് തെക്കൻ ജില്ലക്കാർ കുറെ കുരക്കും, ചിലപ്പം ഇതാവും, പക്ഷെ എന്നാലും ഒറ്റടിക്ക് മാറൂല. അപ്പോ പിണറായിനെ ആക്കിന് പിന്നില് കേവലം ഒരു പിണറായിന്റെ വ്യക്തിപൂജ മാത്രല്ല, തെക്കൻ ജില്ലയ്ക്ക് നേതൃമാറ്റം വേണ്ട എന്നുള്ളൊരു ചിന്തയും കൂടി CPM-ന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് KM ബാലഗോപാലിന് ആ നേതൃസ്ഥാനം വരുന്നുള്ളതിനെ തടയാനും കൂടിയാണ് പിണറായിനെ പ്രതിപക്ഷ നേതാവാക്കിയത്, വെറുതെ ആക്കിയതല്ല. ഇനിയിപ്പോ അതേ ഒരു അവസ്ഥ ഇപ്പോ കണ്ണൂരിന്റെ ജില്ലാ സെക്രട്ടറി, ഈ ജില്ലാ സെക്രട്ടറി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. ശരിക്ക് പറഞ്ഞാല് MA ബേബി ഒരു കണ്ണൂരുകാരന് വടക്കൻ ജില്ലക്കാരനാണെങ്കിൽ അയാൾക്ക് മാർക്കറ്റ് ഉണ്ട്. പക്ഷെ അദ്ദേഹം തെക്കൻ ജില്ലക്കാരനായതുകൊണ്ട് വലിയൊരു മാർക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ ശരിക്കും പരിശോധിച്ചാൽ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോ ഒരു കൊല്ലം ജില്ലാ സെക്രട്ടറിയും ധർമ്മടം ഏരിയ സെക്രട്ടറിനെയും പരസ്പരം മാച്ച് ചെയ്താല് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളില് മാർക്കറ്റ് ഉണ്ടാവല് ധർമ്മടം ഏരിയ സെക്രട്ടറിക്കാണ്. അപ്പൊ ചോദിക്കും, കൊല്ലം ജില്ലയിലെ മൊത്തം അന്വേഷിച്ച് വരുമ്പോ ഇപ്പൊ ഈ ഇലക്ഷനത്തുകാരും പോട്ടെ, മറ്റുള്ള എല്ലാ ഇലക്ഷനിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനവും അത്യാവശ്യം ആൾബലൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ധർമ്മടം ഏരിയ സെക്രട്ടറിക്കായിരിക്കും അവിടെ ഒരു ശക്തി കൂടുതൽ. അതുപോലെ തന്നെ ഒരു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും ധർമ്മടം ബ്രാഞ്ച് സെക്രട്ടറിയും തുല്യരാണ്. അങ്ങനെയാണ് CPM-ന്റെ ഉള്ളിലുള്ള ഒരു രൂപഘടന. പത്തനംതിട്ടയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടല്ല. അതുപോലെ തന്നെ അങ്ങനെ പല ഉദാഹരണങ്ങളും ഉണ്ടാകും പല ഇതിലും. ഇപ്പോ തിരുവനന്തപുരം ജില്ലയിലൊക്കെ പറഞ്ഞാല് ഏതിപ്പോ ഈ തരംഗത്തിലേറെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ടും സീറ്റും ഒക്കെ കിട്ടിയതാണ്. പക്ഷെ എന്നാലും അവിടുത്തെ നേതാക്കന്മാർക്കൊന്നും ഒരു മാർക്കറ്റ് ഇല്ല. ഇനി എന്താണ് അറിയില്ല, ഒരു ഇത് കിട്ടണില്ല. അപ്പൊ കണ്ടില്ലേ, ഇപ്പം ഒരു VS ഒഴികെ ബാക്കി ഒരുവിധ ആൾക്കാരൊക്കെ AKG, EMS, നായനാര്, പിണറായി, കോടിയേരി, ജയരാജന്മാർ, മാർക്സിസ്റ്റ് പാർട്ടിയിലെ തല മുതിർന്ന ഇതിഹാസങ്ങളായ നേതാക്കന്മാര് എല്ലാം വന്നുകൊണ്ട് വടക്കൻ ജില്ലകളിൽ നിന്നാണ്. തെക്കൻ ജില്ലകളിൽ വളരെ കുറവാണ്. പിന്നെ ഉള്ള ആളുകളാണെങ്കിൽ അത്ര പെട്ടെന്ന് കയറാൻ ഈ അടുത്ത കാലത്തൊന്നും സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ചോദിക്കും, മറ്റുള്ള പാർട്ടികളിലൊക്കെ അങ്ങനെ പ്രശ്നം ഉണ്ടോ വെച്ചാൽ ലീഗിലൊക്കെ തന്നെ. ലീഗില് എല്ലാവർക്കും അറിയാം മലബാറിലാണ് കാര്യപ്പെട്ട വോട്ട് ബാങ്കും ശക്തിയുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ വരും. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയല്ല. കോൺഗ്രസ്സില് എല്ലായിടത്തും നേതാക്കന്മാരുടെ എല്ലായിടത്തും ഏകദേശം ഒരു ഇതാണ് ഉള്ളത്. എല്ലായിടത്തും നേതാക്കന്മാരുണ്ട്. കോൺഗ്രസ്സിൽ എറണാകുളത്ത് നിന്നാണ് ഏറ്റവും ശക്തിയുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തിയുള്ള സ്ഥലം എങ്കിലും അവിടുന്ന് വലിയ നേതാക്കന്മാർ, അതായത് സൂപ്പർ മെഗാസ്റ്റാർ നേതാക്കന്മാർ വരലില്ല. ഇനിയിപ്പോ ഈ പ്രാവശ്യം അതിനും പരിഹാരമായി VD സതീശൻ വന്നതോടുകൂടി. അപ്പൊ ഈ ഞാൻ പറഞ്ഞതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ധർമ്മടം ഏരിയ സെക്രട്ടറിന്റെ വില പോലും മറ്റേ കൊല്ലം ജില്ലാ സെക്രട്ടറിക്ക് ഇല്ലാന്ന്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.